വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. എന്താ ചേട്ടാ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടാത്തത്? അതൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. ഓ അല്ല, ഞാൻ പറയാം എന്തുകൊണ്ട് നിങ്ങളെ അകത്ത് വിടാൻ പറ്റത്തില്ലെന്ന്. അല്ല, ഇതാരാണ്? നമ്മളാണ് പുതിയ മുതലാളി. ഞാൻ കുതുബ് മിനാർ 25 കോടി രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാരും ഓടിപ്പൊക്കോ, അല്ലെങ്കിൽ അമീർ ഷെയ്ഖ് നിങ്ങളെല്ലാരും പിഴിഞ്ഞിങ്ങനെ മിൽക്ക് ഷേക്ക് ആക്കും. പൊക്കോണം. പൊന്നു ഷേഖ് സാഹിബേ, ഇത് സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ആർക്കും വാങ്ങാനും പറ്റില്ല, ആർക്കും തന്നെ വിൽക്കാനും പറ്റില്ല. അതെ ഷെയ്ഖ് സാഹിബേ, കുത്തബ് മീനാറിന് ആർക്കും വിൽക്കാൻ കഴിയില്ല. ആ അഗ്രിമെന്റ് പേപ്പർ ഒന്ന് കാണിച്ചു തരാമോ? ഇത് കണ്ടോ നിങ്ങള്? ഇതെന്താ? ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, ഈ അഗ്രിമെന്റ് പേപ്പേഴ്സ് ഒക്കെ കണ്ട അദ്ദേഹം പറയുന്നത് ശരിയാണെന്നാ തോന്നുന്നേ. അതെ, ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഗപ്പു പേപ്പർകാരനാണ്. അവനാണ് ഇങ്ങനത്തെ ഉടായ്പ പണികളൊക്കെ ചെയ്യുന്നത്. എന്റെ പൊന്നു ഷെയ്ഖ് സാഹിബേ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പറാ. അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 25 കോടി രൂപയും വാങ്ങിച്ച് നിങ്ങളെ പറ്റിച്ചതാ. ഈ കുത്തബ് മീനാർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയില്ല, ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. എന്ത്, എന്നോട് ചതിയോ? അതെ, ഇത് ആർക്കും വിൽക്കാനോ വാങ്ങാനോ സാധിക്കുകയില്ല. ഇത് വിൽക്കാൻ പറ്റില്ല. ഇതിപ്പോ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കും ഇത് സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ഇത് അങ്ങോട്ട് നശിപ്പിച്ച് കളയും. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, ഓഹോ. ഓ വല്ല, ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റിന്റെ സമയം തരുന്നുണ്ട്. ഒന്നിലും ഞാൻ കുത്തുബ് മിനാർ അങ്ങോട്ട് ഏറ്റെടുക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇതിനെ അങ്ങോട്ട് നശിപ്പിച്ചു കളയും. ഇനിയിപ്പൊ ഈ കുത്തുബ് മിനാർ എന്റേതായില്ലെങ്കിൽ വേറെ ഇത് ആർക്കും സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. 10 രൂപ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഡോക്ടർ ജഡ്ക, മോട്ടു അയാളെ തല്ലി പുറം പൊളിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു വിദ്യ ചെയ്യേ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ അടുത്തൊരു ഹെൽമെറ്റ് ഉണ്ട്. ആദ്യം ഇത് തലയിലിട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ സ്പീഡ്, പിന്നെ സൂപ്പർ പവർ, ഇത് രണ്ടും നിനക്ക് കിട്ടും. ഇപ്പൊ നിനക്ക് കുറെ പവർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയേട്ടാ, നിങ്ങളുടെ ഗാഡ്ജറ്റിന്റെ യാതൊരു ആവശ്യവും ഇല്ല. ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എവിടെ യാതൊരു പവറും വന്നില്ലല്ലോ. എനിക്കിപ്പോ വല്ലാണ്ട് വേദനിക്കുന്നല്ലോ. എന്റെ കൈ പൊട്ടിയെന്നാ തോന്നുന്നു. വലിയേട്ടാ, ഞാൻ നിങ്ങളെ ഇന്ന് വെറുതെ വിടില്ല കേട്ടോ. സോറി മോട്ടു, ഇനിയൊരു ബട്ടണും കൂടി പ്രസ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. എനിക്കിതെന്താ സംഭവിക്കുന്നത്? വലിയേട്ടാ, എനിക്ക് സൂപ്പർ പവർ വന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇപ്പൊ നിനക്ക് കൂടുതൽ ശക്തി കിട്ടിയിട്ടുണ്ട്. ശ്രമിച്ചു നോക്ക്. ഓക്കേ വലിയേട്ടാ, ഞാൻ പോവാണ്. ഷേഖ് സാഹിബ്, നിങ്ങളെ കൊണ്ട് ഈ കുത്തബ് മീനാറിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല? ദോ പിടിച്ചോ, നമ്മളുടെ കട്ടർ മിസൈൽ നിന്റെ സ്ട്രോബെറി ഷേക്ക് ആക്കി കളയും. ദേ കണ്ടോ? ഇതെന്താ പുതിയ അഭ്യാസമാകട്ടോ. നമ്മളൊക്കെ ഓടി രക്ഷപ്പെടാം, അതായിരിക്കും നല്ലത്. ഓട് ഓട്. കണ്ടോ? നിങ്ങള് നമ്മളെ കാണുന്നത് ഒന്നും കാണുന്നില്ല. ഒന്ന് മുകളിലേക്ക് നോക്കൂ. മോട്ടു എന്തിനെന്ത് ചെയ്യേ, അല്ലെങ്കിൽ മിസൈലും ഞങ്ങളുടെ കഥ തീർക്കും.
പെട്ടു. മോട്ടു സൂക്ഷിച്ച്. ഇപ്രാവശ്യം നീ ഞങ്ങളുടെ ജീവന് നേരെയാണല്ലോ ഉന്നം പിടിച്ചത്. വല്ല നമ്മൾ ഇനി നിനക്ക് സമയം തരുന്നു. തിരിച്ച് താ എന്റെ കുത്തബ് മിനാർ, അല്ലെങ്കിൽ ഈ ഷെയ്ക്ക് നിന്നെ മാംഗോ ഷെയ്ക്ക് ആക്കി കളയും. ഈ പ്രാവശ്യം ഉരുണ്ട മിസൈൽ ആയിരിക്കും അയക്കുന്നത്. ഇത് നിങ്ങളുടെ ബനാന ഷേക്ക് ആക്കി കളയും. മോട്ടു വളരെ സൂക്ഷിച്ച്. വീണ്ടും പഴയതുപോലെയായി. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക. ഇതെന്താ ആക്ഷൻ റിപ്ലൈ ആണോ? ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. താങ്ക് യു ചെങ്കും സാറേ. ആദ്യമായിട്ടാ നിങ്ങളുടെ അളതീരെ നമ്മളെല്ലാരും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഷേഖ് സാഹിബ്, നിങ്ങളുടെ ഈ കുട്ടിക്കളി നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ എനിക്കെങ്ങാനും ദേഷ്യം വന്നാലുണ്ടല്ലോ, പറയാൻ പറ്റില്ല ഞാൻ ആരെയൊക്കെയാ പിടിച്ചിടിച്ച് തരിപ്പണമാക്കുകയെന്ന്. അതെയോ? എന്നാ പിടിച്ചോ. ഈ പ്രാവശ്യം ഹുക്ക് മിസൈൽ. ഇത് നിങ്ങളെ മിക്സ്ഡ് ഫ്രൂട്ട് ഷേക്ക് ആക്കി മാറ്റും. ആണോ? ഇപ്പൊ കാണിച്ചു തരാം. മോട്ടു അതിനെ പിടിച്ചു നിർത്ത. അത് കുത്തബ് മീനാറിന്റെ അടുത്തേക്കാ പോകുന്നത്. ഞാനതിനൊരിക്കലും അനുവദിക്കില്ല. മമ്മി, അത് കലക്കിട്ടാ ഇത്തവണ മിസൈൽ മുകളിലേക്ക് പോയിരിക്കുക. നമുക്ക് ഗപ്പൂരെ തെരഞ്ഞു കണ്ടുപിടിക്കാം. അവൻ ഇവിടെ എവിടെങ്കിലും ഒളിഞ്ഞിരുന്ന് രസിക്കുന്നുണ്ടാവും. ഇന്ത്യ നിയമമാണ് സത്യം. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതാരാ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്? ഡോക്ടർ ജഡ്ക, ദേ കണ്ടില്ലേ? അത് ഗപ്പു തന്നെ ആയിരിക്കും. അവിടെ മറഞ്ഞിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പ്ലാനൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കോട്ടല്ലേ അവര് വന്ന് കേറിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോ 25 കോടി മേടിച്ചോണ്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാമായിരുന്നു. ഇനി ഇവിടെ വലിയ സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടുന്നത് ആ ബുദ്ധി. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോകും. നിങ്ങളെ ഞാനിവിടുന്ന് വിട്ടാലല്ലേ നിങ്ങൾക്ക് എസ്കേപ്പ് ആവാൻ പറ്റൂ. നിങ്ങളുടെ കണക്ക് കുറെ തീർക്കാനുണ്ട് എനിക്ക്. അതൊക്കെ തീർത്തിട്ട് പോകാം. നിങ്ങളുടെ കണക്കും വഴക്കും ഒക്കെ നമുക്ക് പിന്നീട് തീർക്കാം. ആദ്യം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. നിന്റെ കയ്യിലുള്ള ഇങ്ങനത്തെ വിദ്യകളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ കണ്ടതാ. ഞങ്ങൾ എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓടിപ്പോവാന്ന് കരുതിയോ? കണ്ടില്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നേ. എവിടേക്ക് ഓടുന്നു അവിടെ നിൽക്ക. അയ്യോ വിട് വിട്, അയ്യോ വിട്. ഈ കാശൊക്കെ നിങ്ങൾ എടുത്തു. എല്ലാം ഈ ബാഗിനകത്തുണ്ട്. ഞങ്ങളെ പോകാൻ അനുവദിക്കണം. എന്റെ പത്തിലു ഒന്ന് തിരിഞ്ഞു നോക്ക്. പത്തിലും എന്റെ ചങ്കേന്റെ ബ്രോ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അവരെ വിടല്ലേ? അയ്യോ മിസൈല് വരുന്നേ. ഇതെന്താ? രക്ഷിക്കണേ. അയ്യോ എന്നെ വെറുതെ വിട്. എനിക്ക് പോകണം. അയ്യോ വിട്. ഇവിടെ തന്നെ എങ്ങനെയാ പോകാൻ അനുവദിക്കുക? ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒരുത്തനല്ലേ? അപ്പൊ നിക്ക്, നിന്നെ ഉണ്ടല്ലോ ഷേഖ് സാഹിബ്. ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആള്. ഇവനാണ് നിങ്ങളെ പറ്റിച്ചിട്ട് ആ കുത്തബ് മീനാർ നിങ്ങൾക്ക് തന്നെ വിറ്റത്. അതുകൊണ്ട് ഇവനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നിനും മടിക്കില്ല. ഓഹോ വല്ല നല്ല രസമായി. മോട്ടുവിന് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു താങ്ക് യു. നീ എനിക്ക് ശരിയായിട്ടുള്ള കള്ളനെ പിടിച്ചു തന്നല്ലോ. ഇവനാണ് എന്നെ ചതിച്ചത്. എന്നെ
വിഡ്ഢിയാക്കി. നമ്മളിപ്പോ ഇവനെ കൊണ്ടുപോകും. ഇവനെ നമ്മൾ വിഡ്ഢിയുമാക്കും, ഇവനെ നമ്മൾ ഡോങ്കിയുമാക്കും, പിന്നെ ഇവനെ നമ്മൾ ക്യാമലുമാക്കും, പിന്നെ ഇവന്റെ പുറത്ത് കയറി ഇങ്ങനെ സഞ്ചരിക്കും. നമ്മൾ നല്ല രസമായിരിക്കും. അയ്യോ അയ്യോ മോട്ടു ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ. എന്ത് ശിക്ഷ എന്നാലും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ അത് നമ്മുടെ നാട്ടിലേതായാലും മതി. ദയവേദി ഇയാളിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. വിദേശത്തേക്ക് കൊണ്ടുപോയാൽ ഇയാൾ എന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അയ്യോ പത്ലു, ദേ ആ കുറ്റം ചെയ്തവന് ശിക്ഷ കിട്ടി, കണ്ടില്ലേ? പക്ഷെ ഞങ്ങളെ എന്തിനാ ഇപ്പോഴും ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ? എന്റെ പൊന്നു മോട്ടു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. സോറി സോറി. വലിയേട്ടാ, ഞാൻ എന്റെ ജോലി മാത്രമേ ചെയ്തുള്ളൂ, അല്ലേ കൂട്ടരെ? വരൂ, നമ്മൾ ഗേറ്റ് വേയുടെ അടുത്തെത്തി കഴിഞ്ഞു. ഹായ്, കാണാൻ എന്ത് നല്ല ഭംഗിയാ. ഇനി ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറി നമുക്ക് എലിഫന്റ് കേവിലേക്ക് പോകാം. ഗവൺമെന്റ് നീതി പാലിക്കുക, 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 ഗവൺമെന്റ് നീതി പാലിക്കുക. അങ്ങോട്ട് പോവാ. ചേട്ടാ, എലിഫന്റ് കേവിലേക്ക് പോകണമായിരുന്നു. ഫ്രീ ആയിട്ട് കൊണ്ടുപോവോ? ചേട്ടാ, ഫെറി കിട്ടില്ല. സമരം നടക്കണ കണ്ടില്ലേ? 1.5 മാസത്തേക്ക് ഫെറി ഉണ്ടാവുകയില്ല. എന്റെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അല്ല, മോട്ടു അയാളോടെന്താ തനിച്ചു പോയി സംസാരിക്കുന്നേ? ശരി ചേട്ടാ, ഇന്ന് വാങ്ങിച്ചോളൂ. എനിക്കും എന്റെ കൂട്ടുകാർക്കും ചേർന്നാണ് ഈ വാടക, കേട്ടോ? വലിയേട്ടാ, പത്ലു, എല്ലാവരും വേഗം വരൂ. നിങ്ങളെല്ലാവരെയും ബോട്ട് റൈഡിങ്ങിന് കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊക്കെ വളരെ വലിയൊരു സർപ്രൈസ് തരാൻ പോവുകയാണ്. ഒക്കെ ശരിയാണ്. എന്താ സർപ്രൈസ് എന്ന് ആദ്യം പറ. ഐ ലവ് സർപ്രൈസ്. പിന്നെ സർപ്രൈസിനോടൊപ്പം ഇഡ്ലി, സാമ്പാർ, വടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സർപ്രൈസ് അങ്ങനെ ഉഷാറാവുമല്ലോ. ആഹാ, വരൂ വരൂ. എല്ലാവരും വേഗം വരൂ. ഇതൊക്കെ എന്റെ കൂട്ടുകാരാണ് സാറേ. സാറേ, നമ്മള് കടലില് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് വരാം. ആ സ്ഥലമാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ പോലും വിചാരിച്ചു കാണത്തില്ല. ഇതാ സാർ നിങ്ങളുടെ വെൽക്കം ഡ്രിങ്ക്. താങ്ക് യു ലേഡി. ഇത് എടുത്തോളൂ സാർ. താങ്ക് യു. അല്ല, ഇതെന്താണ്? സാർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതെന്താണ് സംഭവിക്കുന്നത് എനിക്ക്? പത്ലു, എഴുന്നേക്ക്. വലിയേട്ടാ, എഴുന്നേൽക്ക്. ദുബായ് എത്തിയല്ലോ, ദുബായ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം അവര് നമ്മളെ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ടതായിരിക്കും. കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി. ഡിങ്ക ചിക്ക, ഡിങ്ക ചിക്ക, ഹേ. പൊളിച്ചെടുത്തല്ലോ. അതെ, ഇത് എലിഫന്റ് കേവ്സ് ആണ്, അല്ലാതെ ദുബായ് അല്ലട്ടാ. അതെ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അവൻ ദുബായിലേക്ക് കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്? എന്ത് മോട്ടു, സത്യം പറ. ആദ്യം തൊട്ട് എന്താ നടന്നെന്ന് പറ. ഞാനൊക്കെ പറയാമേ. എന്റെ കയ്യില് ഒരു സോളിഡ് ബോട്ട് ഉണ്ട്, അറിയോ? വെറും 3 മണിക്കൂറിനകം ദുബായ് വരെ കൊണ്ടെത്തിക്കും. പിന്നെ അവിടെ നിങ്ങൾ മനസമാധാനത്തോടെ ഷോപ്പിംഗ് ചെയ്തിട്ട് പതുക്കെ വൈകിട്ട് എത്തിയാ മതി. പക്ഷെ ഒരാൾക്ക് 10,000 രൂപ വരും. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊരു നല്ല സർപ്രൈസ് ആയിരിക്കും. നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങള് 50,000 കൊടുത്തിട്ടാണോ ഇത് ചെയ്തത്? എന്റെ പൊന്നു മോട്ടു, ആർക്കെങ്കിലും 3 മണിക്കൂറിൽ ബോട്ടിൽ ദുബായിലെത്താൻ കഴിയോ? അതെ മോട്ടു, നീ വലിയ മനസ്സിലൊരു നല്ല മനുഷ്യനാണട്ടാ. പിന്നെ എനിക്കൊരു കാര്യം ചെയ്യാൻ നിന്റെ പെർമിഷൻ വേണോട്ടാ. പ്ലീസ്, നിന്റെ പെർമിഷൻ തരുമോ? പെർമിഷൻ ഗ്രാൻഡഡ്. പക്ഷേ ബാക്കി പെർമിഷൻ ഉണ്ടല്ലോ. പിന്നെ ഒന്ന് പെരുമാറാൻ. അതെ.
എന്തിനാ എന്നിട്ട് ഇങ്ങനെ തല്ലുന്നത്? എന്റെ വലിയേട്ട ഒരു തെറ്റ് സംഭവിച്ചു പോയി. അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. പൊളിച്ചെടുത്തല്ലോ. അടുത്ത ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് ബോട്ടൊന്നും വരില്ലാട്ടാ. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോവാൻ കഴിയില്ല. ഇവിടെയാണെങ്കിൽ കഴിക്കാനും കുടിക്കാനും ഒന്നും കിട്ടില്ല. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. വരൂ, നമുക്ക് എല്ലാരും ഒരുമിച്ച് നമ്മുടെ വിധിയെ വിചാരിച്ച് കിടന്ന് കരയാം. എല്ലാവർക്കും സ്വാഗതം ക്രൈയിങ് സെക്ഷനിലേക്ക്. മമ്മി ഇങ്ങനെ കിടന്ന് കരയുന്നതൊന്ന് നിർത്തൂ. എല്ലാവരും നിർത്താൻ. വരൂ, അല്പസമയത്തിനകം രാത്രി ആവാൻ പോവുകയാണ്. നമുക്ക് ആ കേവിന്റെ മുന്നിൽ പോയി കിടന്നുറങ്ങാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ആലോചിക്കാം. പൂരാ കൂരിയിട്ടാണല്ലോ ഇവിടെ. പത്തലു, കണ്ടില്ലേ? ഒരുപാട് കാലമായിട്ട് ഇവിടെ ആരും വരാറില്ലല്ലോ. പിന്നെ എവിടുന്നാ ഈ ഡ്രംസിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്? ഒരുപക്ഷെ ഭൂതപ്രേതാദികൾ ആരെങ്കിലും ഉണ്ടോ? ഓടിക്കോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അതെ, ആ മോട്ടു, ഈ കോടാലി കൊണ്ട് കുറച്ച് ഉണക്കവിറക് കൊത്തിക്കീറി കൊണ്ടുവാ. നമുക്ക് തന്നെ ഒരു ബോട്ടുണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നീ അത് കൊണ്ടുവരുന്നതിനുള്ളിൽ ഞങ്ങൾ പോയി ഫിഷ് പിടിക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ടുവരാം. ശരി പത്തലു. പ്രൈവറ്റ് ആയിട്ടൊരു ബോട്ട് ഉണ്ടായതിന്റെ ഗുണം ഇതൊക്കെ തന്നെയാ. ബോട്ടുകളൊക്കെ യാത്ര നിരോധിച്ചെങ്കിലും നമുക്ക് എലഫന്റ് കേവിൽ എത്താൻ കഴിഞ്ഞല്ലോ. ഇതാ ഇപ്പൊ ശരിയാവും. ആ കിഴുത്തിയും അടച്ചു കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞാൽ ആ പശ അങ്ങ് ഉണങ്ങിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ട് എടുത്തുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. പോവാം. അതെ, മുമ്പിലൊരു ബോട്ടുണ്ടല്ലോ. കടലിൽ നിന്ന് നേരെ ഈ കരയിലേക്ക് വന്നതായിരിക്കും. ഇതിന്റെ മരം തന്നെ മുറിച്ചെടുത്ത് അവർക്ക് കൊടുക്കാം. അപ്പൊ തന്നെ പത്തലുവിന് സന്തോഷമാവും. അല്ല, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. വാ, നമുക്കവിടെ പോയി നോക്കാം. എഞ്ചിൻ മാത്രമേ ഉള്ളല്ലോ. ബോട്ട് എന്തിയേ? അത് കണ്ടില്ലേ? നമ്മുടെ ബോട്ട് പൊളിച്ചെടുത്തു ഒരുത്തും താഴെ പോകുന്നു. പിടിക്കവനെ. അല്ല, ഇത്രയും നല്ല മരങ്ങൾ നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഇത് ഏതോ ഒരു ബോട്ടിന്റെ മരക്കഷ്ണങ്ങൾ പോലെ ഉണ്ടല്ലോ. അതെ, ബോട്ടിൽ നിന്ന് എടുത്തത് തന്നെയാണ്. നമുക്കൊക്കെ ഇപ്പൊ നല്ല സമയമാണ്. അവിടെ ഒരു ബോട്ട് വെറുതെ കിടക്കുമായിരുന്നു. കൊടുങ്കാറ്റടിച്ചപ്പോ കടലിൽ നിന്ന് തെറിച്ചു വീണതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മുറിച്ചെടുത്ത് കൊണ്ടുവന്നത്. എന്ത്? ബോട്ട് മുറിച്ചെടുത്ത് കൊണ്ടുവന്നോ? അല്ല, നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നല്ല മരക്കഷ്ണം എടുത്തോണ്ട് വരണമെന്ന്. നിന്നെ ഒന്ന് പഞ്ഞിക്കിടാനുള്ള പെർമിഷൻ നീ ഇപ്പൊ തരുമോ? വേണ്ട. എന്നെ രക്ഷിക്കണേ. ദയവീത് അവരെ ഒന്ന് പിടിച്ചു നിർത്ത്. ഇല്ലെങ്കിൽ അവരെന്നെ തല്ലിക്കൊല്ലും. ദേ, നിങ്ങൾക്ക് നോക്കുമ്പോ മനസ്സിലാവും. അതുകൊണ്ട് എന്നെ രക്ഷിക്കൂ. അതെ, നിങ്ങളുടെ വഴക്കൊക്കെ നിങ്ങൾ പിന്നെ തീർത്തോളൂ. ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ എന്റെ ബോട്ട് മുഴുവൻ പൊളിച്ചെടുത്തോണ്ട് പോയല്ലോ. പക്ഷെ എഞ്ചിൻ മാത്രം അവിടെ വെച്ച് എന്തിനാണെന്ന് പറ. അതും എടുത്തോണ്ട് പോകാമായിരുന്നില്ലേ? എടാ പത്തലും, മതിയോ? ഇപ്പൊ നമുക്ക് എഞ്ചിനും കിട്ടിയല്ലോ. ഇപ്പൊ നിനക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്റെ പൊന്നു വിഡ്ഢി മോട്ടു, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവരുടെ മുഖത്തേക്കൊന്ന് നോക്ക്. അവരുടെ ബോട്ടാണ് നീ വെട്ടിമുറിച്ച് കൊണ്ടുവന്നത്. തല്ലിയിട്ട് കാര്യമില്ലേട്ടാ. നമുക്കിനി ഒരു വലിയ പണി ബാക്കിയുണ്ട്. നമ്മളെല്ലാവരും ഇനി ഒരുമിച്ച് ഇവിടെ തന്നെ ഒരു മാസം താമസിക്കണ്ടേ? വരൂ, പ്ലീസ് ജോയിൻ മീ ഇൻ ക്രൈയിങ് സെഷൻ. മമ്മി,
മതി, ഈ കരച്ചിൽ എല്ലാരും ഒന്ന് നിർത്തുന്നുണ്ടോ? പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു സമൂസ കഴിച്ചിട്ട് വേഗം ബോട്ട് റെഡിയാക്ക്. നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ സമൂസ ഉണ്ടോ? ആ ഉണ്ടല്ലോ, ഇപ്പൊ ചെയ്തതാ ഇത്. പൊളിച്ചേ. ഞാൻ റെഡിയാക്കുന്നത് കണ്ടോ? വരൂ, നമുക്ക് എല്ലാവർക്കും ഈ ബോട്ടിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടാം. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഷിപ്പ് വരുന്നുണ്ടല്ലോ, എന്താന്ന് നോക്കട്ടെ. ദേ അവിടെ നിൽക്കുന്നു ആ പ്രശ്നക്കാരൻ. വേറൊരാളെയും വിളിച്ചോണ്ടാ ഇപ്പൊ ഈ വരവ്. ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല, നോക്കിക്കോ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എവിടേക്കാ? ദുബായിലേക്കാണോ പോകുന്നത്? ഞങ്ങൾ ഇറക്കി വിട്ടത് പോലെയല്ലേ? അല്ല, കാശ് വാങ്ങിച്ചോ? പെർ ഹെഡ് 10,000 വെച്ച്. ഇല്ല, ഞാൻ സത്യത്തിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വരികയായിരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരാനായിട്ട്. നീ കാശ് തരാൻ വേണ്ടി വന്നതൊന്നും അല്ല, പുതിയൊരാളെയും കൂടി പറ്റിച്ചിട്ട് വന്നതല്ലേ. ബൈ ബൈ, ചെല്ലേ. നിങ്ങളെല്ലാവരും കൂടി ദുബായ് ചുറ്റിക്കറങ്ങിയേക്കുമ്പോ അത് കലക്കി മോട്ടു. താങ്ക് യു. ബൈ 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 ബൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.